ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള തേർഡ് സെമസ്റ്റർ കോമൺ പേപ്പർ സിഗ്നേച്ചേഴ്സിൽ നിന്നുള്ള ഒരു ചാപ്റ്ററാണ്. സെക്കൻഡ് മൊഡ്യൂളിൽ നിന്നുള്ള ഒരു ചാപ്റ്ററാണ് സ്പീച്ച് ആൻഡ് ടെസ്റ്റ് മണീസ്. ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ ഓൾറെഡി അപ്ലോഡഡ് ആണ്. ഓക്കെ, ഹരോൾഡ് പിൻഡർ തനിക്ക് ലിറ്ററേച്ചറിനുള്ള നോബൽ പ്രൈസ് കരസ്ഥമാക്കിയതിന് ശേഷം ഡെലിവർ ചെയ്തൊരു നോബൽ ലെക്ചറാണ് ആർട്ട്, ട്രൂത്ത് ആൻഡ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഈ ഒരു 3 ടോപ്പിക്കുകളെ കുറിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങളാണ് ഈ ഒരു സ്പീച്ച്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഹരോൾഡ് പിൻഡറിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാം. He is a Nobel Prize winning English playwright, screenwriter, director and actor. One of the most influential modern British dramatists. He died from liver cancer. ഓക്കെ, ഈ ഒരു സ്പീച്ച് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് നോബൽ പ്രൈസ് കരസ്ഥമാക്കിയതിന് ശേഷം അന്ന് അദ്ദേഹം രോഗബാധിതനാവുകയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയുമായിരുന്നു. അതുകൊണ്ട് അവിടെ നേരിട്ട് ചെന്ന് പറയാനുള്ളൊരു ചാൻസ് അദ്ദേഹത്തിന് ഇല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം വീഡിയോ ടാപ്പ് ചെയ്ത് സ്വീഡിഷ് അക്കാഡമിയിൽ പ്രൊജക്റ്റ് ചെയ്യുകയായിരുന്നു. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ അത്യാവശ്യം വലിയൊരു ചാപ്റ്ററാണ്, വലിയൊരു സ്പീച്ചാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ കുറച്ച് നമുക്കും പെട്ടെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സബ് ഹെഡിങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ട്രൂത്ത് ഇൻ ആർട്ട് ആൻഡ് ലൈഫ്. നാടകത്തിൽ അല്ലെങ്കിൽ കലയിൽ സത്യം എന്ന് പറയുന്നത് ഹരോൾഡ് പിൻഡർ 1958 1958 അദ്ദേഹം തന്നെ എഴുതിയൊരു സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം. There are no hard distinctions between what is real and what is unreal, not between what is true and what is false. A thing is not necessarily either true or false, it can be both true and false. അതായത് എന്താണ് റിയൽ, എന്താണ് അൺറിയൽ എന്ന് തിരിച്ചറിയാൻ പ്രത്യേകിച്ച് രീതികളില്ല. അതുപോലെ തന്നെയാണ് എന്താണ് സത്യം, എന്താണ് അസത്യം എന്ന് തിരിച്ചറിയാനും പ്രത്യേകിച്ച് രീതിയിലുമില്ല. ഒരു കാര്യം സത്യമാകണമെന്നും കളവാകണമെന്നുമില്ല. അത് എന്തുമാകാം, രണ്ടുമാകാം, സത്യവുമാകാം കളവുമാകാം. അതായത് ഇവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് സത്യത്തിൽ അസത്യം എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നതാണ്. ഓക്കെ, ആൻഡ് ഈ മേൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഒരു ലിറ്ററേച്ചർക്കാരനെ അല്ലെങ്കിൽ ഒരു സാഹിത്യകാരനെ സംബന്ധിച്ചിടത്തോളം സാഹിത്യത്തിൽ പറയുന്ന പോലെ എന്താണ് സത്യം, എന്താണ് അസത്യം എന്ന് തിരിച്ചറിയാൻ പ്രത്യേകിച്ച് രീതികളൊന്നുമില്ല. അങ്ങനെ പറയാം അല്ലേ? ഓക്കെ, കലയിൽ ഇത് ശരി തന്നെയാണ്, എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ ഇത് ശരിയല്ല. ആസ് എ സിറ്റിസൺ മസ്റ്റ് ആസ്ക് വാട്ട് ഈസ് ട്രൂത്ത് ആൻഡ് വാട്ട് ഈസ് ഫാൾസ്. ഒരു സിറ്റിസനെ സംബന്ധിച്ചിടത്തോളം അവൻ നിർബന്ധമായിട്ടും ചോദിച്ചിരിക്കണം, അല്ലെങ്കിൽ അവൻ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം എന്താണ് സത്യം, എന്താണ് അസത്യം, എന്താണ് നീതി, എന്താണ് അനീതി എന്നുള്ളത്. ആൻഡ് നമ്മുടെ ഹരോൾഡ് പിൻഡർ പറയാണ് ആസ് എ സിറ്റിസൺ ഹി സെർച്ചസ് ഫോർ ട്രൂത്ത്. ഓക്കെ, ആൻഡ് പിൻഡർ സേസ് ദാറ്റ് ട്രൂത്ത് ഇൻ ഡ്രാമ ഈസ് ഫോർ എവർ എലൂസീവ്. ഡ്രാമയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഡ്രാമയിൽ സത്യം എന്ന് പറയുന്നത് എലൂസീവാണ്, അത് കൈപ്പിടിയിൽ ഒതുങ്ങുന്നതല്ല. എന്നിട്ട് അദ്ദേഹം പറയാണ് അതിനെ അന്വേഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ടാസ്ക്കാണ്, അത് കമ്പൾസീവാണ്, അത് നിർബന്ധമാണ്. ആൻഡ് ഡ്രാമയിൽ നമ്മൾ പറഞ്ഞു ഡ്രാമയിൽ ട്രൂത്ത് എന്ന് പറയുന്നത് എലൂസീവാണ്. ആൻഡ് അതിൽ ഒരുപാട് സത്യങ്ങളുണ്ട്, ഒന്നോ രണ്ടോ സത്യങ്ങളല്ല, ഒരുപാട് സത്യങ്ങളുണ്ട്. ഇൻഫാക്ട് ദർ വിൽ ബി മെനി ട്രൂത്ത്സ്. അതുകൊണ്ട് തന്നെ അവ എന്തായിരിക്കും, പരസ്പരം ചാലഞ്ച് ചെയ്യുകയായിരിക്കാം, അല്ലെങ്കിൽ പരസ്പരം റിഫ്ലക്റ്റ് ചെയ്യുകയായിരിക്കാം, അല്ലെങ്കിൽ പരസ്പരം ഇഗ്നോർ ചെയ്യുകയായിരിക്കാം, അല്ലെങ്കിൽ പരസ്പരം ടീസ് ചെയ്യുക, അല്ലെങ്കിൽ ബ്ലെയിൻഡ് ചെയ്യുക, അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ലാംഗ്വേജ് ഇൻ ആർട്ട് റിമെയിൻസ് ഹൈലി അംബീഷ്യസ്. അതുകൊണ്ട് തന്നെ ഈ സത്യങ്ങളെ ചിത്രീകരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് അംബീഷ്യസ് ആണ്, അതായത് പലതരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ്. ഇറ്റ് ഇസ് ലൈക്ക് എ ക്വിക്ക് സ്റ്റാൻഡ്, ഒരു ചതുപ്പ് പോലെയാണവ. എപ്പോഴാണ് നമ്മളിൽ നിന്ന് വീണ് പോവുക എന്ന് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും അദ്ദേഹം വീണ്ടും പറയുകയാണ് ദ സെർച്ച് ഫോർ ട്രൂത്ത് ക്യാൻ നെവർ സ്റ്റോപ്പ്. ഒരിക്കലും സത്യത്തിന് വേണ്ടിയുള്ള അന്വേഷണം നിലയ്ക്കുന്നില്ല, അത് നിൽക്കാനും പാടുള്ളതല്ല. ഇറ്റ് ക്യാൻ നോട്ട് ബി പോസ്റ്റ്പോൺ, അതിനെ മാറ്റി വെക്കാനും പാടില്ല. അതെന്താണ്, ഇറ്റ് ഹാസ് ടു ബി ഫേസ്ഡ് ഓൺ ദി സ്പോട്ട്, അതിനെ ഉടനെ തന്നെ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ആൻഡ് അദ്ദേഹം ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരിട്ടൊരു മെസ്സേജാണ്. ട്രൂത്ത് ഇൻ വൺ തിങ് ഇൻ റിയൽ ലൈഫ് ആൻഡ് അനദർ തിങ് ഇൻ ആർട്ട്. യഥാർത്ഥ ജീവിതത്തിൽ സത്യം എന്ന് പറയുന്ന ഒരു കാര്യവും ആർട്ടിൽ, കലയിൽ അല്ലെങ്കിൽ നാടകത്തിൽ എന്ന് പറയുന്നത് മറ്റൊരു കാര്യവുമാണ്. ഇനി നെക്സ്റ്റ് പൊളിറ്റിക്കൽ തിയേറ്റർ, അതായത് പൊളിറ്റിക്കൽ രീതിയിൽ എഴുതുകയാണെങ്കിൽ അതിന് കുറച്ച് പോയിന്റ്സ് ഉണ്ട് കേട്ടോ. ഇറ്റ്സ് ഡിഫറെൻറ്റ് ഫ്രം ആർട്സ്, കലയിൽ നിന്നും വ്യത്യാസമാണ്. ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ഇഷ്യൂസ്, വ്യത്യസ്ത രീതിയിലുള്ള പ്രോബ്ലംസ് ഇവിടെ ഉണ്ട്. നോ സെറമണൈസിങ്, അവിടെ എന്ത് പാടില്ല, ഉപദേശം പാടില്ല.
ഉപദേശിക്കാൻ പാടുള്ളതല്ല. ഏത് പൊളിറ്റിക്കൽ രീതിയിൽ ഒരു എഴുത്തുകാരൻ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ നാടകമാണെങ്കിൽ അതിൽ സെറമണീസിംഗ് ഒന്നും പാടില്ല. അതിൽ ഒബ്ജക്റ്റിവിറ്റി ഇറ്റ്സ് എസെൻഷ്യൽ. ഒബ്ജക്റ്റിവിറ്റിയാണ് എസെൻഷ്യൽ എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ് ത്രൂ ക്യാരക്ടേഴ്സ്, നോ ഒതോറിയൽ വോയിസ്. അതായത് ഇവിടെ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇവിടെ ഓരോ കഥാപാത്രത്തിനും വീക്ഷണം ഉണ്ടാകും, അതിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഒരാളുടെ ശബ്ദം ഒതോറിയൽ വോയിസ് അല്ലെങ്കിൽ വാക്ക് ഇതാണ് ശരി എന്ന രീതിയിലുള്ള അഭിപ്രായം പറയാൻ കഴിയുകയില്ല. അങ്ങനെ ഒരു എഴുത്തുകാരൻ അഭിപ്രായം പറയാൻ പാടില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറയണേ പൊളിറ്റിക്കൽ, എന്നാൽ യഥാർത്ഥ രാഷ്ട്രീയത്തിലെ പൊളിറ്റിക്കൽ സാറ്റർ എന്ന് പറയുന്നത്, രാഷ്ട്രീയ ആക്ഷേപഹാസ്യം എന്ന് പറയുന്നത് ഇസ് ഡിഫറെൻറ്റ് ആസ് ഇറ്റ് ഹാസ് ഡിഫറെൻറ്റ് ഫങ്ഷൻസ്. അത് ഈ മേൽ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും വ്യത്യാസമാണ്. അതിന് പ്രത്യേക രീതിയിലുള്ള ഫങ്ഷൻസ് ഉണ്ട്. ഇവിടെ അദ്ദേഹം അതിനുള്ള കാരണങ്ങൾ എന്താണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സത്യത്തിൽ പൊളിറ്റിക്സ് എന്ന് പറയേണ്ടത് എല്ലാവർക്കും അതിൽ ഒബ്ജക്റ്റിവിറ്റി വേണം, അതുപോലെ സെർമണൈസിംഗ് ഒന്നും പാടില്ല എന്നാണ്. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ നമ്മുടെയൊക്കെ ഇവിടെ ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അതിന് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആണ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് ആണ് കേട്ടോ, ദ റീസൺ ഫോർ ഇൻവൈഡിങ് ഇറാഖ്. ഇറാഖിനെ ആക്രമിക്കാനുള്ള കാരണങ്ങൾ, അതായത് അമേരിക്ക നമ്മളോട് പറഞ്ഞ 3 കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. First one, the invasion of Iraq was that Saddam Hussein possessed WMD, weapons of mass destruction, some of which could be fired in 45 minutes, bringing great destructions. അതായത് ഇറാഖികളുടെ കയ്യിൽ അല്ലെങ്കിൽ സദ്ദാം ഹുസൈൻ്റെ കയ്യിൽ WMD ഉണ്ട്, വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ കൈവശമുണ്ട്. ഇതിൻ്റെ പ്രത്യേകത ഇത് 45 മിനിറ്റിനുള്ളിൽ വളരെ വലിയ നാശനഷ്ടങ്ങൾ വിതയ്ക്കുമെന്നാണ്. അമേരിക്കക്കാർ പറഞ്ഞത് ഇത് നമ്മളോട് സത്യമാണ് എന്നാണ്. നമ്മളത് വിശ്വസിച്ചു. പക്ഷേ ഇറ്റ് വാസ് നോട്ട് ട്രൂ, ഇത് സത്യമല്ലായിരുന്നു. രണ്ടാമതായിട്ട് അവർ നമ്മളോട് പറഞ്ഞത്, ഇറാഖ് ഹാഡ് കണക്ഷൻസ് വിത്ത് അൽ ഖ്വയ്ദ ആൻഡ് ദസ് ഹാഡ് റെസ്പോൺസിബിലിറ്റി ഇൻ 9/11 അട്രോസിറ്റി ഇൻ ന്യൂയോർക്കിൽ നടന്നിട്ടുള്ള 9/11 വാറിൽ, അതായത് സെപ്റ്റംബർ 11 2001 സെപ്റ്റംബർ 11 നടന്നിട്ടുള്ള യുദ്ധത്തിൽ അൽ ഖ്വയ്ദയോടൊപ്പം ഇറാഖിനും പങ്കുണ്ട്, കണക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ വിശ്വസിച്ചു. അവർ നമ്മോട് പറഞ്ഞത് സത്യമാണെന്ന്. പക്ഷേ ഇതും എന്തല്ലായിരുന്നു, ഇറ്റ് വാസ് നോട്ട് ട്രൂ, ഇതും സത്യമല്ലായിരുന്നു. തേർഡ് വൺ, ഇറാഖ് ത്രെട്ടൻ ഇൻ ദ സെക്യൂരിറ്റി ഓഫ് ദി വേൾഡ്. നമ്മുടെ ലോകത്തിൻ്റെ സെക്യൂരിറ്റിക്ക് ഇറാഖികൾ എന്ന് പറയുന്നത് വളരെ ഭീഷണിയാണെന്ന് അമേരിക്ക പറഞ്ഞു. പക്ഷേ ഇതും എന്തല്ലായിരുന്നു, സത്യമല്ലായിരുന്നു. അതെന്താണ്, കാലം തെളിയിച്ചു. ഇതൊന്നും അമേരിക്കക്കാർ ഇറാഖികളുടെ മേൽ പറഞ്ഞ, അവരെ ആക്രമിക്കാനുള്ള കാരണങ്ങളായിട്ട് പറഞ്ഞ കാരണങ്ങളോ ഒന്നും സത്യമല്ലായിരുന്നു എന്ന് കാലം തെളിയിച്ചു. സത്യം എന്തെന്ന് വെച്ചാൽ അമേരിക്കക്ക് അറിയാം, അമേരിക്കയുടെ ഈ ലോകത്തിന് അതിൻ്റെ റോളിനെ പറ്റി, അതുപോലെ തന്നെ അത് എങ്ങനെ നടപ്പിലാക്കണം എന്നതിനെ പറ്റിയും ഒരു ധാരണ അമേരിക്കയ്ക്ക് ഉണ്ട്. ഓക്കെ, അതിന് നെക്സ്റ്റ് പറയുന്നത് അമേരിക്കൻ ഫോറിൻ പോളിസിയെ കുറിച്ചിട്ടാണ്. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം, 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം സോവിയറ്റ് യൂണിയനും അതുപോലെ കിഴക്കൻ യൂറോപ്പിനും ഒക്കെ ലിമിറ്റഡ് ആവുകയാണ്. ആൻഡ് അമേരിക്കക്കാർ ചെയ്ത ക്രൈമൊന്നും അല്ലെങ്കിൽ അമേരിക്കക്കാർ ചെയ്ത കുറ്റങ്ങളൊന്നും കുറ്റങ്ങളായിട്ട് കണക്കാക്കുന്നില്ല. ആൻഡ് അമേരിക്ക വിചാരിക്കണേ US തിങ്ക് ഇറ്റ് ഹാസ് അബ്സല്യൂട്ട് ഫ്രീഡം ടു ഡു വാട്ട് എവർ ഇറ്റ് ലൈക്ക് ടു ഡു. അമേരിക്കയ്ക്ക് തോന്നിയതുപോലെ പ്രവർത്തിക്കാം എന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. നോ ഡയറക്റ്റ് ഇൻവേഷൻ ഓഫ് സോവറിൻ സ്റ്റേറ്റ്. അമേരിക്കയ്ക്കുള്ളത് ഒരിക്കലും മറ്റുള്ള രാജ്യങ്ങളെ പോയിട്ട് നേരിട്ട് ആക്രമിക്കുന്ന ഒരു രീതിയല്ല, നേരിട്ട് പോയിട്ട് ബോംബ് എറിഞ്ഞിട്ട് അവിടെയുള്ള ആളുകളെ കൊല്ലുന്ന രീതി അല്ല അമേരിക്കയ്ക്കുള്ളത്. അമേരിക്കയ്ക്ക് ലോ ഇൻറ്റൻസിറ്റി കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് അമേരിക്കയുടെ നയം എന്ന് പറയുന്നത്. അതായത് ലോ ഇൻറ്റൻസിറ്റി കോൺഫ്ലിക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്തോളൂ. Low intensity conflict means killing the people slowly or killing the enemy slowly. ശത്രുക്കളെ സാവധാനം കൊല്ലുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. If you drop a bomb, people will die fast. നമ്മളിപ്പോൾ ഒരു ബോംബ് എറിയുകയാണെങ്കിൽ ജനങ്ങളൊക്കെ പെട്ടെന്ന് മരിക്കും അല്ലേ. പക്ഷേ ബട്ട് ടു ഇൻഫെക്ട് ദ ഹാർട്ട് ഓഫ് ദി പീപ്പിൾ, they will die very slowly, and this way you can subdue a people without dropping any bomb. പക്ഷേ അവരുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ഇൻഫെക്റ്റ് ചെയ്യുകയാണെങ്കിൽ, അണുബാധ പരത്തുകയാണെങ്കിൽ അവർ സാവധാനം മാത്രം മരിക്കുകയുള്ളൂ. ആൻഡ് ബോംബിടാതെ തന്നെ ഒരു ജനതയെ വളരെ സമർത്ഥമായിട്ട് നശിപ്പിക്കാനുള്ളൊരു മാർഗമാണ് അമേരിക്കയുടെ നയമായിട്ടുള്ള ലോ ഇൻറ്റൻസിറ്റി കോൺഫ്ലിക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യെസ്, ദ പീപ്പിൾ കില്ലിങ് ദ പീപ്പിൾ സ്ലോലി. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ജനത്തെ
ഒരു രാജ്യത്തെ വളരെയധികം ചൂഷണം ചെയ്തുകൊണ്ട് നശിപ്പിക്കുന്നു. എന്നിട്ട് പതുക്കെ പതുക്കെ വളരെ ഇഞ്ചിഞ്ചായിട്ട് ആ ജനതയെ മുഴുവനായിട്ട് ഇല്ലാതാക്കുന്ന ഒരു രീതിയാണ് അമേരിക്കയുടെ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് എന്നിട്ട് അവർ പറയും ഇവിടെ എന്താണ് ജയിച്ചത്, ഇൻ ദ നെയിം ഓഫ് ദി ഡെമോക്രസിയാണെന്ന് പറയും, ജനാധിപത്യമാണ് ഇവിടെ വിജയിച്ചതെന്ന് പറയും. പക്ഷേ എന്നാൽ ഇങ്ങനെ അവർ ചെയ്യുന്നത് കൊണ്ട് അവിടെ ഒരുപാട് മിലിറ്ററിക്കും അതുപോലെ കോർപ്പറേഷനുകളൊക്കെ ഒരുപാട് അധികാരം കിട്ടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവർ അതിനെ ജനാധിപത്യം എന്ന് പറയുകയും ചെയ്യും. ഓക്കെ, ആൻഡ് ലോകത്തിൽ അമേരിക്കയുടെ റോൾ എന്താണെന്ന് അവർ ചിന്തിക്കുന്നതിനെ പറ്റിയുള്ള ഏറ്റവും നല്ലൊരു ഉദാഹരണമായിട്ട്, ഏറ്റവും നല്ലൊരു എക്സാമ്പിളായിട്ട് നമുക്ക് ഹരോൾഡ് പിന്റർ പറഞ്ഞു തന്നതാണ് നിക്കറാഗുവ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ബാക്കി നമ്മൾ നെക്സ്റ്റ് പാർട്ടായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ലോ ഇൻറ്റൻസിറ്റി കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ട്രൂത്ത് ഇൻ ആർട്ട് ആൻഡ് ലൈഫ്, നാടകത്തിൽ അല്ലെങ്കിൽ കലയിൽ സത്യം എന്ന് പറയുന്നത്, ആൻഡ് പൊളിറ്റിക്കൽ തിയേറ്റർ ആൻഡ് പൊളിറ്റിക്കൽ സാറ്റയർ. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതെ ദ റീസൺ ഫോർ ഇൻവൈഡിങ് ഇറാഖ് ആൻഡ് അമേരിക്കൻ ഫോറിൻ പോളിസി, ലോ ഇൻറ്റൻസിറ്റി കോൺഫ്ലിക്റ്റ്. ഇത്രയും പോയിൻറ്റ്സാണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബാക്കി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വിടുന്നതായിരിക്കും. ഓക്കെ, ഫൈനലി ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.